മുംബൈയിൽ നാവികസേന ആസ്ഥാനത്ത് ആയുധം കാണാതായി. റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നാണ് തോക്കും വെടിയുണ്ടകളും കാണാതായത്. നേവി അന്വേഷണം നടത്തുകയാണ്. അർജുൻ പീതാംബരൻ തന്നെ ഈ വാർത്തയുടെ വിവരങ്ങളും കൂടി നമുക്ക് നൽകും. അർജുൻ, എന്താണ് സംഭവം? നേവിയുടെ ആയുധങ്ങൾ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് കാണാതായി എന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ചുള്ള എന്ത് വിശദീകരണമാണ് നേവി ഔദ്യോഗികമായി നൽകുന്നത്? മധു, സെപ്റ്റംബർ 6-ാം തീയതിയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അവിടെ ഈ റെസിഡൻഷ്യൽ മേഖലയിൽ സെൻട്രി ഡ്യൂട്ടി, അതായത് കാവൽ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെയും ആ ഉദ്യോഗസ്ഥന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കും ഈ വെടിയുണ്ടകളും ഒക്കെയാണ് കാണാതായിരിക്കുന്നത്. ഇപ്പോൾ ഡിഫൻസ് PRO അടക്കം, അതായത് സൈനിക ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്ന കാര്യം, ഈ ഒരു പകരക്കാരൻ, അതായത് അവിടെ ആദ്യം ഒരാൾ ഈ സെൻട്രി ഡ്യൂട്ടി, അതായത് കാവൽ ചുമതലയ്ക്ക് നിയോഗിച്ചിരുന്നു. അയാളെ ഡ്യൂട്ടിയിൽ നിന്നും റിലീവ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഉദ്യോഗസ്ഥൻ അവിടെ എത്തി ആ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും ആയുധങ്ങളെല്ലാം വാങ്ങി അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ രണ്ടാമത് എത്തിയ ഉദ്യോഗസ്ഥൻ, അയാൾ നാവികസേനയുടെ അംഗമായിരുന്നില്ല എന്നുള്ള സംശയമാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥനെയും അയാൾ എവിടേക്ക് പോയി, അയാൾ എന്തൊക്കെ ആയുധങ്ങൾ കൊണ്ടുപോയി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു റൈഫിൾ, അതായത് ഒരു തോക്കും ആ തോക്കിന്റെ വെടിയുണ്ടകളും തന്നെയാണ് കാണാതായിരിക്കുന്നത്. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ആ സെൻട്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന അയാളെയും കാണാതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു അന്വേഷണ ബോർഡ് രൂപീകരിച്ച് നാവികസേന അന്വേഷണം നടത്തുന്നുണ്ട്. അത് മുംബൈ പോലീസിനോട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം തുടരുന്നത്. ഒപ്പം രഹസ്യാന്വേഷണ ഏജൻസികളും കേന്ദ്ര അന്വേഷണ ഏജൻസികളും വിവരങ്ങൾ തേടി അവരും സമാന്തരമായി തന്നെ അന്വേഷണം നടത്തുകയാണ്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കതിൽ അകം തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും, അതായത് ഇയാൾ ആരാണ്, ഇയാളെ പിടികൂടിയോ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളടക്കം ലഭിക്കുമെന്നുള്ള കാര്യത്തിലാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഡിഫൻസ് PRO ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. നേവിയുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ കാവൽ നിന്ന സൈനികരുടെ പക്കൽ നിന്നടക്കമുള്ള ആയുധങ്ങളാണ് കാണാതായത് എന്നുള്ളതാണ്. അദ്ദേഹം താമസിച്ചതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം നേവിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ.